ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഒരു നിലക്കും പ്രാർത്ഥനയാകുന്ന വിളിയോ പ്രാർത്ഥന ആകാത്ത വിളിയോ ഒരു വിളിയും ജിന്നിനോടില്ല. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായമർത്ഥിക്കുന്നു. ആ സഹായാർത്ഥന ഏതാ? പ്രാർത്ഥനയാണ്. നമുക്കറിയാമല്ലോ, ആ പ്രാർത്ഥന റബ്ബിനോട് മാത്രം. അതിൽ നിന്നും മാത്രം ഒഴിവാക്കി സമസ്തക്കാർ അവിടെ അവർക്കെതിരെ ജിഹാദ് ചെയ്തവരാണല്ലോ നമ്മളെല്ലാവരും. പിന്നെ നമ്മളിനി ഇപ്പുറത്തു നിന്നിട്ട് മാത്രം ആവശ്യമില്ല അള്ളാഹിനോടും കുറച്ച് ജിന്നിനോടും എന്ന് പറയുകയാണെങ്കിൽ പിന്നെന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് പ്രാർത്ഥന എന്ന ഇസ്തിആന സഹായാർത്ഥന അത് റഹ്മാനായ റബ്ബിനോട് മാത്രം. ഇനി പ്രാർത്ഥന അല്ലാത്ത ഒരു കേവല ചോദ്യമാണോ? ആ ചോദ്യവും ജിന്നിനോട് പാടില്ല. കാരണം ജിന്നുകളെ നമുക്ക് അങ്ങനെ ഒരു ഉപയോഗപ്പെടുത്താനോ അവരിൽ നിന്ന് ഉപകാരമെടുക്കാനോ ഉള്ള ഒരു വഴിയായി നമുക്ക് ഇസ്ലാം ജീവിതത്തിലേതെങ്കിലും ഘട്ടങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടില്ല. അവർ ഇവിടെ പലരെയും സഹായിച്ചേക്കാം, പലർക്കും ഉപദ്രവം ചെയ്തേക്കാം. അത് പ്രമാണം കൊണ്ട് തെളിഞ്ഞതാണ്. സിഹിർ ചെയ്യുന്ന സാഹിറിന് പിശാചിന്റെ സഹായം കിട്ടുന്നുണ്ട്. അതുവഴി താൻ ആർക്കെതിരെയാണോ സിഹിർ ചെയ്യുന്നത് അവന് അത് ഉപദ്രവമായി മാറുന്നുമുണ്ട്. അതേപോലെ പാപികളായ ആളുകൾ, തിന്മ ചെയ്യുന്നവർ, തോന്നിവാസം ചെയ്യുന്നവർ, ശിർക്ക് ചെയ്യുന്നവർ, കുഫ്ർ ചെയ്യുന്നവർ, ആൾ ദൈവങ്ങളായി രംഗത്ത് വരുന്നവർ, അതേപോലെ സിദ്ധന്മാരായി രംഗപ്രവേശനം ചെയ്യുന്നവർ, സമുദായത്തെ പിഴപ്പിക്കുന്ന നേതൃത്വമായി രംഗത്ത് വരുന്ന പുരോഹിതന്മാർ, അവർക്കെല്ലാം അത്തരം പൈശാചിക സഹായങ്ങൾ കിട്ടുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ മനുഷ്യന്റെ യഥാർത്ഥ ശത്രുവെന്ന പുസ്തകത്തിൽ, മുഖ്യശത്രുവെന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സഹായങ്ങൾ അവന് പലർക്കും കൊടുക്കുന്നു, പലരെയും പ്രയാസപ്പെടുത്തുന്നു. എന്തിന്? മനുഷ്യനെ അതുവഴി ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, അതുവഴി വിശ്വാസം തെറ്റിക്കാൻ, അതുവഴി നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ, അതുവഴി സ്വർഗം നിഷിദ്ധമാക്കാൻ. അതുകൊണ്ട് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്താൻ വേണ്ടി രംഗത്തിറങ്ങിയ, നമ്മെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാനും കുഫ്ർ ചെയ്യിക്കാനും ഹറാം ചെയ്യിക്കാനും നമ്മുടെ നന്മകൾ മുടക്കാനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട നമ്മുടെ ശത്രു, ആ ശത്രുവുമായി, ആ പിശാചുമായി, അവന്റെ വർഗമായ ജിന്നുകളുമായി യാതൊരു ബന്ധവും നമുക്ക് അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല.